ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സൂപ്പർ ഒരു സാധനം കിട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയപ്പോഴാണ് പാലാന ഹോസ്പിറ്റലിൻ്റെ സൈഡെത്തി. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഒരു ബോർഡ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടു. എന്താണെന്ന് വെച്ചാൽ കമ്പം കൂൾ നവധാന്യ ഹെൽത്തി ഫുഡ്, അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ചേച്ചി. അപ്പോൾ ഞാൻ ആദ്യമേ എടുത്ത് വീഡിയോ ഇട്ടില്ല, കാരണം ഞാൻ ആദ്യം മേടിച്ചിട്ട് ഇതൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടോ. ഇവിടെ നമ്മുടെ കൂള് ഞാൻ പകുതി കുടിച്ചതിന് ശേഷമാണ് കുടിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കും. കാരണം മൂടി വെച്ചോ, ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇതെന്താ ഈ കൂള് എന്നെ സൊല്ലുങ്ക, എന്താ കൂള്? சூப்பராக இருக்குல்ல. அப்போ எப்படி என்ன வேணா காமிச்சு கொடுக்குறேன். கூழ் எப்படி இருக்குன்னு இது இப்படியே கொடுக்கறது இல்லை, இதில் மிக்ஸ் பண்ணி மிக்ஸ் பண்ணி கொடுக்கும் இல்லையா? ஓகே ஓகே. இதில் தயிர், உள்ளி, நிறைய விஷயம், மிளகா, இதெல்லாம் கட்டி தயிர் இதெல்லாம் சேர்த்து தான் கொடுப்பாங்க இல்லையா? தயிர் கட்டி தயிர் ஓகே, வீட்டிலே தயிர் போட்டு கொண்டு வர்றது இல்லையா? ஓகே. இந்த ஒரு ஷாப் இங்கே இருக்குது. இதில் அது மட்டும் இல்லை, பாயசம் இங்கே இருக்குது. சூடா பாயசம் எல்லாம் ரெடியாக்கி வச்சுருந்து கேட்டோ. மலையாளம் தமிழும் கூட மிக்ஸ் ஆகி தணுப்பான. வேறு என்னென்ன கிடைக்குங்க? மசாலா சோடா இருக்குது. ஓகே, நீங்களே உண்டாக்குறது இல்லையா? ஓகே. ஸோ அவரே கொண்டு வந்து சர்வத்து இருக்குது, சோடா இருக்குது, எல்லாமே இருக்குது. நீங்கள் எந்த ஊர்? திருப்பூர்லேருந்து பாலக்காடு வந்திருக்கீங்க. எங்கே? ஆலப்புறத்தில் இருக்கீங்க. ആനപ്പുറത്തിൽ இருக்கீங்க. ഓക്കെ ഓക്കെ, പക്കത്ത്. നമ്മളിന്ന് കിണാശ്ശേരിയിലൊരു വീടിൻ്റെ വീഡിയോ എടുക്കാൻ പോയതാട്ടോ. ആ വീഡിയോ എടുക്കാൻ പോയിട്ട് തിരിച്ച് റിട്ടേൺ പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഈ ഒരു ചേച്ചി ഒരു ഷെഡിൽ കടയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡിന് പകരമായി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ശരിക്കും ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഈ റോഡ് പാലാന ഹോസ്പിറ്റലിന് മുമ്പിലൂടെ പോകുന്നതാണ്. നമ്മൾ കറക്റ്റ് കാണുന്നത് കിണാശ്ശേരിക്ക് പോകുന്ന റൂട്ടാണിത്. സോ ആ ഒരു ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അത്രയും അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്. സോ എനിക്ക് ഫുഡ് നന്നായി ഇഷ്ടമായിട്ടോ. കാരണം ആ ഒരു ഞാൻ ഫസ്റ്റ് മേടിച്ച് കുടിച്ച് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാനത് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അവർക്കൊരു സപ്പോർട്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. எல்லாரும் எனக்கு சப்போர்ட் பண்ணுங்க தம்பி. நல்லபடியாக இது ஓடணும். அது உடம்புக்கு நல்ல ஹெல்த்தான ஃபுட்டு. இது சாப்பிட்டீங்கன்னா நல்லா இருப்பீங்க, ஆரோக்கியமாக இருக்கலாம்.